ഹലോ എവരി വൺ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ സ്ഥലം കാണാൻ വന്നതാണ്. കൊന്നി എന്ന സ്ഥലമാണ്. അതായത് പത്തനംതിട്ട ജില്ലയിലെ ഒരു റിസർവ് ഫോറസ്റ്റ്, അതായത് ആനനെ നോക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ ഒരു 5ഓളം ആനകളുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇതാ ആനനെ കാണാൻ നിങ്ങൾക്ക്. അപ്പം ഈ ആനനൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാമെന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല വൈബുള്ളൊരു ഏരിയ കേട്ടോ. ഇവിടുന്ന് പത്തനംതിട്ട ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം ഇന്ന് ഏതായാലും ഒരു വൈബായിട്ട് സ്ഥലം കാണുന്നതിന് വരെ നമുക്ക് മൃഗങ്ങളെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പം ആനനെ ഏതായാലും കാണാൻ പറ്റി. ആനനെ മറ്റേ കാട്ടുകൂടിയൊക്കെ പോവുകയാണെങ്കിൽ ആനനെ കാണൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാനാണ്. ഇത് നമുക്ക് മസ്റ്റായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ആനൻ്റെ ബാക്ക് എന്നുള്ള വീഡിയോ ഉണ്ടോ. അപ്പം ഏതായാലും അടുത്ത വിശേഷങ്ങൾ കാണാം. ഓരോ ആനക്ക് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അവിടെ കയറുന്ന ഉടനെ അതാ കൊന്നിയിലെ ആനപ്പിടുത്തത്തിൻ്റെ ഗജ പരിപാലത്തിൻ്റെ ചരിത്രം. ഇത് ഫുള്ള് വായിച്ചാൽ ആണോ, നിങ്ങളിരുന്ന് വായിച്ചോളി. ആനകളെ കുഴിയിലിട്ടിട്ട് പിടിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു പണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇതാ ആനക്കൂടും കാര്യങ്ങളുണ്ട്. ഇതാണ് ആനക്കൂട് കേട്ടോ. ഇത് തോന്നുന്നു രാത്രി ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആന ഇടൽ. അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. ആനക്കൂടനാണോ എന്താ പേര്? അതാ കൊന്നി ആനക്കൂട്. അപ്പോൾ ഇതാ അങ്ങനെ കയറി ഇതാ അവിടെ ആനൻ്റെ അടുത്തെത്തി. ഇവിടേക്കുള്ള എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 80 രൂപ കേട്ടോ. ഒരാൾക്ക് 80 രൂപ. കാറാണെങ്കിൽ പാർക്കിങ്ങിന് 40 ഉണ്ടാവും, ബൈക്കാണെങ്കിൽ 15 ഉണ്ടാവും. അപ്പോൾ എനിക്ക് മൊത്തം ബൈക്കിലാണ് വന്നത്. മൊത്തം 95 രൂപ ആയിട്ടുള്ളൂ ഇതിൻ്റെ എൻട്രി ചെയ്യാൻ. കാര്യമായിട്ട് കണ്ടോ ഉള്ളോട്ട് ഈ കാണുന്നതൊക്കെ കാടാണ്. അപ്പോൾ ആനനെ ഈ ഒരു ഏരിയയിലുണ്ടോ. ഇവിടെ ഇതാ ഒരാനതാ അവിടെ. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ആനുണ്ട്, ഒരു കുട്ടിയാനാണ്. പിന്നെ ഇത് 3 പിടിയാനകൾ. അങ്ങനെ മൊത്തം 5 ആനകളുള്ളത്. ഈ 3 പെണ്ണാനകളും ഈ 2 ആണും. അങ്ങനെയാണ് കാര്യങ്ങൾ. അശോകവനം. അപ്പോൾ ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. എലിഫൻ്റ് ആർട്ട് ഗാലറി നെറ്റിപ്പട്ടം. ത്രീ തിയേറ്ററൊക്കെ ഉണ്ട്. അത് പോയോക്കട്ടെ എന്താ സംഭവം. ടോങ്കിയ സമ്പ്രദായം. എന്തായാലും ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ കയറിനടുത്തുള്ള ബോർഡ് പ്രകാരം ആനനെ പണ്ട് ടോർച്ചർ ചെയ്തിട്ടൊക്കെ കൊല്ലലും പിടിക്കലൊക്കെ അതിൻ്റെയൊക്കെ എന്തെല്ലോ ഭാഗമായിട്ട് ഇവർ തുടങ്ങിയതാണെന്ന് തോന്നുന്നത്. 3D തിയേറ്റർ. ഇതാണ് നമ്മൾ 1ാമത്തെ ആന. ഇത് പിടിയാനാണ്. ഈവ എന്നാണ് പേര്. 23 വയസ്സിട്ടോ. ഇവിടെ മൊത്തം 5 ആനകളുള്ളത്. ഇതിൽ 3 പെണ്ണും 2 ആണും ഉള്ളത്. ഓരോന്നിനായിട്ട് കാണിക്കാം. ഇത് പ്രിയദർശിനിക്ക് ഏകദേശം 41 വയസ്സായി. ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്ത് കിട്ടി. 1992 ഇതിനെ കിട്ടിയത്. ഇതാണിപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആന. പിന്നുള്ളത് ഇതാ മീനക്ക് 34 വയസ്സാണ്. മീനൊരു പ്രത്യേക സ്റ്റൈലിലാണ് നിൽക്കുന്നത് കേട്ടോ. 2 കാലൊക്കെ ചരിച്ച് ഒരു ഡാൻസ് മൂഡിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ കേട്ടോ. ആനക്കൂട്ടത്തിൻ്റെ അവിടെ കൊമ്പൻ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടിയുണ്ട്. അതിനും കാണിച്ചു തരാം. കൃഷ്ണൻ, വയസ്സ് 12. അപ്പോൾ ഇതാണ് കൊമ്പൻ. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാണ്. 4 വയസ്സുള്ളൂ കേട്ടോ. മൂപ്പരെ കൂട്ടിലായിരിക്കണം. മൂപ്പര് അല്പം വികൃതി ആയിരിക്കും കേട്ടോ. എത്ര അടുത്തുള്ള ആന. മുടിയൊക്കെ നല്ലോണ്ട്. ഇത് ആണാണ് കേട്ടോ. ഇതിൻ്റെ പേരോടെ പോയി. ഇത് പേര് അപ്പുറത്താണ്. അതാ കൊച്ചയ്യപ്പൻ പേര്. 4 വയസ്സ്. ഏറ്റവും ചെറിയ ആനയാണ്. വെറും 4 വയസ്സ്. ഇതിന് 11 വയസ്സുള്ളൂ കേട്ടോ ഈ കൊമ്പന്. എല്ലാവരും നല്ല കളിയാണ്. ഇങ്ങനെ പുല്ലും കഴിച്ച് ഇങ്ങനെ കുത്തിരിക്കുക. നമ്മളെ കാണുമ്പോൾ നല്ല തലാട്ടലും കാര്യങ്ങളാണ്.
അത് ആനൻ്റെ അടുത്തേക്ക് ഇതാ ഫോറസ്റ്റുകാർ പോയിക്കണത് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാനാണ് തോന്നുന്നത്. ആന ഓരോന്നും ചെയ്യില്ല, എന്തായാലും ചങ്ങലക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കൊന്നി ആനക്കൂട്ടത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് കേട്ടോ കൊന്നി ആനക്കൂട്ടം. കൊന്നി ഫേമസ് ആയത് ഇതിൻ്റെ പേരിലാണ്, അതായത് ഇക്കോ ടൂറിസം, ആനകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വരലെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് വളരെ അടുത്താണ്, 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ. പത്തനംതിട്ടയാണ് ഇതിൻ്റെ അടുത്തുള്ള മെയിൻ ടൗണ്. കൊന്നിയിലേക്ക് വന്നാൽ നമുക്കിങ്ങനെ ആനകളെ ഡയറക്റ്റ് ഉണ്ടാവും ബാക്കിൽ. ആനകളെ വളരെ അടുത്തുനിന്ന് നമുക്ക് കാണാം. തൊടാനൊന്നും പറ്റില്ല, ആനനെ ചങ്ങലൊക്കെ ഇട്ടേക്കാണ്. ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഏരിയ. ആന കുളിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ട് ഇവിടെ. ആനക്ക് തീറ്റ കൊടുക്കുന്നത് അങ്ങനത്തെ കുറേ ഒരു റിസർവ് ഫോറസ്റ്റാണ് കൊന്നി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊന്നിയുടെ വിശേഷം. പറ്റുന്നവരൊക്കെ വരി, എന്തായാലും കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.